ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈസി ഹോംവർക്ക്. ഞാൻ സ്വാതി. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഹെറോൺസ് ഫോർമുല എന്ന ചാപ്റ്ററിനകത്ത് എക്സസൈസിലെ 3rd ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മുൻപത്തെ ക്വസ്റ്റ്യൻസിനും വീഡിയോസിനും വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ലിങ്ക് ചെക്ക് ചെയ്ത് ആ വീഡിയോസിൽ കാണാം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 10.1-നകത്തെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത് നോക്കാം. There is a slide in a park. One of its side walls have been painted in some color with a message, keep the park green and clean. ഈ ഫിഗർ നോക്കിക്കോളൂ കേട്ടോ. If the sides of the wall are 15 meter, 11 meter and 6 meter, find the area painted in color. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പാർക്കിനകത്ത് ഒരു സ്ലൈഡ് ഉണ്ട്. ആ സ്ലൈഡിന് ഇത്രയും ആ ഒരു സ്ലൈഡിൽ ഇത്രയും ഭാഗം, അതായത് ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പിനകത്ത് പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിത്ത് എ മെസ്സേജ്, കീപ് ദ പാർക്ക് ഗ്രീൻ ആൻഡ് ക്ലീൻ. ഓക്കെ, ഈ മെസ്സേജും എഴുതിയിട്ടുണ്ട്, ഇത് പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ സൈഡ്സ് 3 തന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു പെയിൻറ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ ഗ്രീൻ കളറിൽ പെയിൻറ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് 3 സൈഡ്സ് ആണ് അവിടെ തന്നിട്ടുള്ളത്. എ ആയിട്ട് നമുക്ക് 110 മീറ്റർ, ബി 15 മീറ്റർ, സി 6 മീറ്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോറി, 110 അല്ല കേട്ടോ, 11 മീറ്റർ ആണ്. ഓക്കെ, 11 മീറ്റർ ആണ് കേട്ടോ. ഓക്കെ, 11 മീറ്റർ തന്നെയാണ്. 15 മീറ്റർ, 11 മീറ്റർ, 6 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും 3 സൈഡ്സും തന്നിട്ടുണ്ട്. നമുക്ക് എന്താ 3 സൈഡ്സ് തന്നാൽ പെരിമീറ്റർ കാണാൻ അറിയാലോ. പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. 11 + 15 + 6 എത്രയായിരിക്കും ആൻസർ വരുന്നത്? 32 മീറ്റർ. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് 32 മീറ്റർ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ആണ്. ഹെറോൺസ് ഫോർമുല അനുസരിച്ചുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. S × S - A × S - B × S - C. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? നെക്സ്റ്റ് എസ് കാണണം അല്ലേ. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്ററിൻ്റെ ഹാഫ് ആണ്. പെരിമീറ്റർ / 2 ആണ്. സോ ഇവിടെ എത്രയാണ്? 32 മീറ്റർ ഡിവൈഡഡ് ബൈ 2 ആൻസർ ഈസ് 16 മീറ്റർ. ഓക്കെ, 16 മീറ്റർ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ വാല്യൂസ് എല്ലാം ഹെറോൺസ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ A = √of S എന്ന് പറയുന്നത് 16 ആണ്. 16 × 16 - എയുടെ പ്ലേസിൽ 11. 16 - ബിയുടെ പ്ലേസിൽ എന്ത് കൊടുക്കണം? 15 × 16 - സിയുടെ പ്ലേസിൽ 6. ഓക്കെ, ദെൻ നമുക്ക് എന്ത് കിട്ടും ആൻസർ? 16 × 16 - 11 എത്രയാണ് വരുന്നത്? 5. ഓക്കെ, × 16 - 15 1 വരും. 16 - 6 എന്ന് പറയുന്നത് എത്ര വരും? 16 6 പോയി കഴിഞ്ഞാൽ 10 വരും. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. എത്ര വരും ആൻസർ? 16 × 5 എന്ന് പറയുന്നത് 800 എന്ന് വരും. 800 മീറ്റർ സ്ക്വയർ, √800 മീറ്റർ സ്ക്വയർ. നമുക്കിതിനെ വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കാം. 800നെ ഞാൻ ഫാക്ടറൈസേഷൻ ചെയ്യാണ്. 400, 200, 100, 50, 25, 5. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഇവിടുന്ന് 2 എടുക്കാം, ഇവിടുന്ന് ഒരു 2 എടുക്കാം, ദെൻ ഈ 2 ഇവിടെ മാറി നിൽക്കും, ഇവിടുന്ന് ഒരു 5 എടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? 2 × 2 4, 4 × 5 20, ദെൻ √2. 20 √2 മീറ്റർ സ്ക്വയർ ആയിരിക്കും ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. √800 മീറ്റർ സ്ക്വയർ എന്ന് എഴുതിയാലും ശരിയാണ്, 20 √2 മീറ്റർ സ്ക്വയർ എന്ന് എഴുതിയാലും
ശരിയാണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ പെയിന്റ് അടിച്ച വോളിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 20√2 മീറ്റർ സ്ക്വയർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹെറോൺസ് ഫോർമുല ജസ്റ്റ് അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ചെയ്തതിൽ നിന്ന് ഹെറോൺസ് ഫോർമുല ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെരിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഹെറോൺസ് ഫോർമുല വെച്ചിട്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലോ സജഷൻ ആയിട്ട് മെയിലായിട്ടോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.